നമുക്കിന്ന് സോയിൽ ക്ലേ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുത്ത് കലക്കുക. എന്നിട്ട് ഒരു വട്ടം അരിച്ചെടുക്കുക. ഇനി രണ്ടാമത്തെ വട്ടം നമുക്ക് ഇതുപോലത്തെ ഒരു തോർത്ത് കെട്ടിയിട്ട് അരിച്ചെടുക്കുക. ഫസ്റ്റത്തിൽ നെറ്റ് വെച്ചിട്ട് അരിച്ചാൽ മതി. ഇനി നമുക്ക് മൂന്നാമതും അരിച്ചു കൊടുക്കണം. ഇങ്ങനെ അരിക്കലിൽ ഒരു പിശുക്കും കാണിക്കരുത്. ക്ലേ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് 20 മിനിറ്റിന് മൂടി വെക്കുക. ഇനി ആ മൂടി വെച്ചതിന് നാലാമത്തെ വട്ടം ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഫുൾ അരിച്ചു കൊടുക്കുക. പിന്നെ അത് കുറച്ച് നേരം മൂടി വെക്കുക. ഇനി നമുക്ക് അഞ്ചാമത് അരിച്ചു കൊടുക്കുക. അതിനൊരു തുണി നമുക്ക് 2 ലെയർ ആക്കിയിട്ട് കെട്ടി കൊടുക്കണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെവൽ അരിച്ചെടുക്കുന്നത്. ഇതിലൂടെ നമുക്ക് ക്ലേ കിട്ടും. നല്ല ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഓരോ ഒഴിക്കലും നല്ല ഇളക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ അത് ഉറ്റി കഴിയണമെങ്കിൽ ഒരുപാട് നേരം അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ ക്ലേ പടിഞ്ഞുകൂടി വരുന്നുണ്ട്. ഇതുപോലെ നന്നായി കുറേ നേരം എടുക്കും. അങ്ങനെ നമ്മുടെ ക്ലേ ഇതാ അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്തൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഉണങ്ങാനായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പം ഞാൻ ആ കട്ട് എടുക്കാൻ വിചാരിച്ച്. ഒന്ന് കുഴച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണെന്നാണ് നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ചപ്പാത്തി കുഴക്കണ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഫുൾ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് കിട്ടിയത്. നിങ്ങൾക്ക് കുറേ വേണമെന്നാണെങ്കിൽ കുറേ മണ്ണെടുക്കുക. ഇനി ഇതിനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ ഞാൻ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ട്രിങ്കറ്റ് ഡിഷ്. ബാക്കിൽ ഞാൻ കളർ അടിച്ചില്ല. ക്ലേൻ്റെ കളർ നിങ്ങൾക്ക് നന്നായി കാണുന്നുണ്ടാവും. ഒരു ചെറിയ തീം ട്രിങ്കറ്റ് ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോയിൽ ക്ലേ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.